ഒരു മനോഹരമായ പ്രസന്നയായ യുവതി, ജീവിതം ആഘോഷിക്കാൻ ആഗ്രഹിച്ചവർ. പക്ഷെ ഒരു ദിവസം എല്ലാം അവസാനിച്ചു. മിഷേൽ ബോൺ എംസ്റ്റർ 1994 സാൻഡിഗോയിലെ ഒരു കടൽ തീരത്ത് അവളുടെ ശരീരം കണ്ടെത്തുമ്പോൾ അതൊരു സാധാരണ ദുരന്തമായിരുന്നില്ല, അതൊരു ചോദ്യചിഹ്നമായിരുന്നു. തലയ്ക്ക് പരിക്ക്, അവിശ്വസനീയമായ സാഹചര്യങ്ങൾ, കേസന്വേഷണത്തിൽ സംഭവിച്ച പിഴവുകൾ. 30 വർഷങ്ങൾക്കിപ്പുറവും ഈ കേസ് ഒരു ദുരൂഹതയായി അവശേഷിക്കുന്നു. ഇതൊരു കൊലപാതകമാണോ അതോ ദാരുണമായ ഒരു അപകടമോ? ഈ കഥയുടെ ചുരുളഴിക്കാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിഷേൽ ബോൺ എംസ്റ്റർ ഒരു സാധാരണ ജീവിതം നയിച്ച യുവതിയായിരുന്നു. 1970കളിൽ കാലിഫോർണിയയിൽ ജനിച്ചു. മിഷേൽ ചെറുപ്പത്തിൽ തന്നെ സഞ്ചാരിയും സാഹസികയും ആയിരുന്നു. യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലുമായി അവൾ കുറച്ചുകാലം ചെലവഴിച്ചു. ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ അവൾ ആഗ്രഹിച്ചു. ഒരുപാട് സുഹൃത്തുക്കളും നല്ല മനസ്സും അവൾക്കുണ്ടായിരുന്നു. ആളുകളെ സഹായിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും അവൾ എന്നും ശ്രദ്ധിച്ചിരുന്നു. 1990കളുടെ തുടക്കത്തിൽ അവൾ തിരികെ അമേരിക്കയിലെത്തി. സാൻഡിഗോ നഗരത്തോടും അവിടുത്തെ കടൽ തീരത്തോടുമുള്ള ഇഷ്ടം കാരണം അവൾ അവിടം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ സമയത്ത് അവൾ ഒരു ബാർ ജീവനക്കാരിയായി ജോലി നോക്കി. മിഷേലിന് ഒരു തിരക്ക് പിടിച്ച സാമൂഹിക ജീവിതം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം പാർട്ടികളിൽ പങ്കെടുക്കുകയും കടൽ തീരത്ത് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് അവൾക്കേറെ ഇഷ്ടമായിരുന്നു. മിഷേലിൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും പുറമേ അവൾ എപ്പോഴും സന്തോഷവതിയായി കാണുന്നു. മിഷേലിൻ്റെ ജീവിതം സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞതായിരുന്നു. ഭാവിയിൽ എന്താവണം എന്നതിനെക്കുറിച്ച് അവൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം 1994 യാഥാർത്ഥ്യമാവാതെ നിലച്ചുപോയി. 1994 ഒക്ടോബർ 16 രാത്രി മിഷേൽ ജോലി ചെയ്ത തായ് എന്ന ബാറിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അന്ന് രാത്രി ബാറിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അവളെ ആരും ജീവനോടെ കണ്ടിട്ടില്ല. സംഭവം നടന്ന 3 ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ 19 സാൻഡിഗോയിലെ ബ്ലാക്സ് ബീച്ച് എന്ന വിജനമായ കടൽ തീരത്ത് മിഷേലിൻ്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം പൂർണ്ണമായും നഗ്നമായിരുന്നു. എന്നാൽ അവളുടെ ശരീരത്തിനടുത്തായി വസ്ത്രങ്ങൾ അടുക്കി വെച്ച നിലയിൽ ഉണ്ടായിരുന്നു. ഇത് കേസിൻ്റെ ദുരൂഹത വർദ്ധിപ്പിച്ചു. പോലീസും മെഡിക്കൽ എക്സാമിനറും പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ മരണകാരണം മുങ്ങിമരണം എന്നായിരുന്നു രേഖപ്പെടുത്തിയത്. വലിയ തിരമാലകൾക്കിടയിൽപ്പെട്ട് സംഭവിച്ച ഒരു ദാരുണമായ അപകട മരണമായി പോലീസ് ഇതിനെ തള്ളിക്കളഞ്ഞു. ഈ റിപ്പോർട്ട് മിഷേലിൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഞെട്ടിച്ചു. കാരണം മിഷേൽ ഒരു മികച്ച നീന്തൽക്കാരിയായിരുന്നു. പോലീസ് കേസ് അവസാനിപ്പിച്ചെങ്കിലും മിഷേലിൻ്റെ സുഹൃത്തുക്കളും ചില സ്വകാര്യ അന്വേഷകരും ഈ കേസ് ഒരു അപകട മരണമായി അംഗീകരിക്കാൻ തയ്യാറായില്ല. അവരുടെ സംശയങ്ങൾ ശരിവെക്കുന്ന ചില നിർണായകമായ കണ്ടെത്തലുകൾ പിന്നീട് പുറത്തു വന്നു. മൃതദേഹം വീണ്ടും വിശദമായി പരിശോധിച്ചപ്പോൾ മിഷേലിൻ്റെ തലയുടെ പിൻഭാഗത്ത് ശക്തമായ ഒരടിയേറ്റതിൻ്റെ ഗുരുതരമായ പരിക്ക് കണ്ടെത്തി. ഈ പരിക്ക് ഒരു പാറയിലോ മറ്റോ അടിച്ച് സംഭവിച്ചതായിരുന്നില്ല. അത് കൂടുതൽ ശക്തിയോടെയുള്ള ഒരടിയായിരുന്നു. ഈ പരിക്കു മൂലം ബോധം നഷ്ടപ്പെട്ട് അവൾ വെള്ളത്തിൽ വീണുപോയതാകാമെന്ന് സംശയിച്ചു. മിഷേലിൻ്റെ പല്ലുകൾക്കിടയിലുണ്ടായിരുന്ന വിടവ് മൃതദേഹത്തിൽ കാണാനില്ലായിരുന്നു. ഇത് അസ്വാഭാവികമായിരുന്നു. ഇത് മൃതദേഹം തിരിച്ചറിയുന്നതിൽ വരെ ആശയക്കുഴപ്പമുണ്ടാക്കി. ഈ വിടവ് എങ്ങനെ മറഞ്ഞുപോയി എന്നത് ഇന്നും വ്യക്തമല്ല. മൃതദേഹത്തിനടുത്തായി കണ്ടെത്തിയ അവളുടെ വസ്ത്രങ്ങൾ അടുക്കി വെച്ച നിലയിലായിരുന്നു. ഇതൊരു ലൈംഗിക അതിക്രമത്തിന് ശേഷം സംഭവിച്ച ഒന്നല്ല എന്ന് ഉറപ്പിച്ചു. കാരണം ലൈംഗിക അതിക്രമ കേസുകളിൽ വസ്ത്രങ്ങൾ വലിച്ചു കീറിയ നിലയിലോ വലിച്ചെറിഞ്ഞ നിലയിലോ ആയിരിക്കും സാധാരണ കാണപ്പെടുന്നത്. ഇവിടെ ഇത് കണ്ടത് ഒരു സംവിധാനം ചെയ്തതുപോലെയായിരുന്നു. സംഭവ സ്ഥലത്തു നിന്നും മറ്റു തെളിവുകളോ പ്രതിയുടെ വിരലടയാളങ്ങളോ ഒന്നും പോലീസ് ശേഖരിച്ചില്ല. കാരണം അവർ ഇതിനെ ഒരു അപകട മരണമായി മാത്രം കണക്കാക്കി. ഈ കേസിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം ഇതായിരുന്നു. സമയബന്ധിതമായ ഒരു ശാസ്ത്രീയ അന്വേഷണം നടന്നില്ല. തുടർന്ന് വന്ന വർഷങ്ങളിൽ മിഷേലിൻ്റെ കുടുംബാംഗങ്ങളുടെ നിരന്തരമായ ഇടപെടൽ കാരണം കേസ് വീണ്ടും തുറന്നു. 2009 സാൻഡിഗോ കൗണ്ടി ഷെരീഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പുതിയ റിപ്പോർട്ട് പുറത്തിറക്കി. ഈ റിപ്പോർട്ടിൽ മിഷേലിൻ്റെ മരണം ഒരു കൊലപാതകമായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് അവർ സമ്മതിച്ചു. തലയിലെ പരിക്ക് മുങ്ങിമരണത്തിന് മുൻപ് സംഭവിച്ചതാണ് എന്നും അവർ സ്ഥിരീകരിച്ചു. എങ്കിലും കേസിൽ ആരെയും പ്രതി ചേർക്കാനോ കുറ്റം തെളിയിക്കാനോ കഴിഞ്ഞില്ല. ചില സംശയത്തിൻ്റെ നിഴലിൽ വന്ന ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വ്യക്തമായ തെളിവുകളുടെ അഭാവം കാരണം എല്ലാവരും കുറ്റക്കാരല്ലെന്ന് തെളിഞ്ഞു. ഇന്നും ഈ കേസ് ഒരു കോൾഡ് കേസായി അവശേഷിക്കുന്നു. മിഷേൽ ബോൺ എംസ്റ്റർ കേസ് അമേരിക്കൻ ക്രൈം ചരിത്രത്തിലെ ഒരു തീരാത്ത ദുരൂഹതയാണ്. ഇതൊരു ദുരന്തം മാത്രമല്ല, അന്വേഷണ ഏജൻസികൾക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവുകളുടെ ഒരു ഉദാഹരണം കൂടിയാണ്. ആദ്യഘട്ടത്തിൽ ഒരു അപകട മരണം എന്ന് വിധി എഴുതിയത് വിലപ്പെട്ട തെളിവുകളെല്ലാം നശിച്ചു പോകാൻ കാരണമായി. ഒരു യുവതിയുടെ സ്വപ്നങ്ങളും അവളുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും ഇന്നും നീതി ലഭിക്കാതെ ആ കടൽ തീരത്ത് അലയടങ്ങി. മിഷേലിന് എന്ത് സംഭവിച്ചു? ആരാണ് അവളെ ആക്രമിച്ചത്? ഒരുപക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കാലത്തിനായില്ല.
വിശലിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. അവൾക്ക് നീതി ലഭിക്കുന്ന ഒരു ദിവസം വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.